സൂര്യ വിനീഷിന്റെ മനസ്സ് പൂക്കുന്ന നേരം എന്ന പുസ്തകം പ്രകാശനം ചെയ്തു. കാലിക്കൽ പ്രസ് ക്ലബ്ബിൽ നടന്ന ചടങ്ങിൽ എഴുത്തുകാരി ഇന്ദു മേനോൻ പുസ്തകം പുറത്തിറക്കി. നവാഗത എഴുത്തുകാരി സൂര്യ വിനീഷിന്റെ മനസ്സ് പൂക്കുന്ന നേരം പുസ്തകം പ്രകാശനം ചെയ്തു. കോഴിക്കോട് പ്രസ് ക്ലബ്ബിൽ നടന്ന ചടങ്ങിൽ എഴുത്തുകാരി ഇന്ദു മേനോൻ യുവ എഴുത്തുകാരിയായ ജിൻഷ ഗംഗയ്ക്ക് നൽകിയാണ് പ്രകാശന കർമ്മം നിർവഹിച്ചത്. പുസ്തകം എഴുത്തിലേക്ക് ഒരു വനിതയുടെ പ്രവേശനത്തിന് എക്കാലത്തും വെല്ലുവിളി നേരിടേണ്ടി വരുന്നുവെന്ന് ഇന്ദു മേനോൻ ചടങ്ങിൽ പറഞ്ഞു. അടുപ്പും അലക്കും മറ്റു ഉത്തരവാദിത്തങ്ങളും ഒരു സ്ത്രീയെ എഴുത്തിന്റെ ലോകത്തേക്ക് ചുവടുവെക്കുന്നതിൽ പ്രയാസം സൃഷ്ടിക്കുകയാണ്. പുരുഷന് അവിടെയും പ്രതിസന്ധിയും പരിമിതികളുമില്ല. സ്ത്രീ എഴുത്തിലേക്ക് പ്രവേശിക്കുന്ന എന്നത് പോരാട്ടത്തിലേക്കുള്ള ചുവടുവെപ്പാണെന്നും അവർ അഭിപ്രായപ്പെട്ടു. തന്റെ ഭ്രാന്തുകളെല്ലാം അവസാനിപ്പിച്ച് ഒരു സ്വാഭാവിക ജീവിതം ജീവിച്ചു പോകുന്നതിൻ്റെ ഇടയിൽ കൂടെ പൊടുന്നതിന് ഒരു രാവിലെ താൻ ഈ ഭ്രാന്തിന്റെ ലോകത്തേക്ക് കടന്നു വരികയാണ് എന്ന് മനസ്സും പൂക്കുന്ന നേരം എന്ന പുസ്തകം കൊണ്ട് പ്രഖ്യാപിച്ച എഴുത്തുകാരിക്ക് ഞാൻ ആശംസകൾ പറയണം. കാരണം എന്താ വെച്ചാൽ അതൊരു പ്രയാസകരമായ ജീവിതമാണ്, പ്രത്യേകിച്ച് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം. പുരുഷന്മാർക്ക് അതൊന്നും പ്രശ്നമില്ല, അവർക്ക് 1, 10, 1000 ഒക്കെ പുസ്തകം എഴുതാം. അപ്പം അതുകൊണ്ട് ഒരു എഴുത്തുകാരി എഴുതുന്നു എന്ന് പറയുമ്പോൾ ഒരു സ്ത്രീ പോരാടുന്നു എന്നൊക്കെയാണ് എനിക്ക് തോന്നാറ്. മുൻ ഇംഗ്ലീഷ് അസിസ്റ്റന്റ് പ്രൊഫസറും കിങ് അബ്ദുൾ അസീസ് യൂണിവേഴ്സിറ്റിയിലെ എഞ്ചിനീയറിംഗ് ഫാക്കൽറ്റിയുമായ ഡോക്ടർ ഇസ്മയിൽ മരിതേരി പുസ്തക പരിചയം നടത്തി. പ്രസ് ക്ലബ് പ്രസിഡന്റ് ഇ.പി. മുഹമ്മദ് അധ്യക്ഷനായ ചടങ്ങിൽ മാധ്യമപ്രവർത്തകരായ വിനേഷ് കുമാർ ആശംസാ പ്രസംഗം നടത്തി. മാധ്യമപ്രവർത്തക ഫസ്ന ഫാത്തിമ സ്വാഗതവും പ്രസ് ക്ലബ് സെക്രട്ടറി പി.കെ. സജിത്ത് നന്ദിയും പറഞ്ഞു. സൂര്യ വിനീഷ് മറുപടി പ്രസംഗം നടത്തി. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകളിൽ ഒരു ഇടവേള കൂടി. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ.